സാറിൻ്റെ ഒത്തിരി പാട്ടുകൾ ഇഷ്ടമാണ്. താരും തളിരുമൊക്കെ നമ്മളെ എപ്പോഴും ഓർക്കുകയും പാടുകയും പാടാൻ ശ്രമിച്ച് പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്ന പാട്ടാണ്. അപ്പോൾ അതത്ര ബുദ്ധിമുട്ടുള്ള പാട്ടൊന്നുമല്ലല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു താരാട്ട് പോലത്തെ പാട്ടാണ്. അത് അത്രയും ഭംഗിയിൽ സാറ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പാട്ടുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ഷിബുചേട്ടൻ്റെ യവന കഥയിൽ നിന്ന് വന്ന ഇടയകന്യക എന്ന് പറയുന്ന പാട്ട് ഇഷ്ടമാണ്. അതേപോലെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് മൂക്കില രാജ്യത്തിലെ കാശിത്തുമ്പക്കാവായി നീലവാനം. അതിൻ്റെ ഒരു ടെമ്പോ ഇല്ലേ, ഇതൊക്കെ ഭയങ്കര ഭാവതീവ്രമായി നമ്മൾ ആസ്വദിക്കുമ്പോൾ മറ്റേന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു അങ്ങനെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് കാശിത്തുമ്പക്കാവായി നീലവാനം മനമിളകി പുന്നാന ചന്തം സംതിങ് ലൈക്ക് ദിസ്. ഈ പാട്ട് തന്നെയാണ് ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ എൻ ജീവനിൽ അമൃതേ കാണായി വീണും നിന്നിലേതോ ഓർമ്മകളായി കിനാവിലെ മുത്തായി നീ വന്നു. രണ്ടും ഒരാളെ എഴുതിയത്. അതെ അതെ, അദ്ദേഹത്തിന് പോലും മനസ്സിലായില്ല അതെന്നെ രണ്ടും ഒരേ ട്യൂണാണെന്നുള്ളത്. ഓ അടിപൊളിയായിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാം, അതിൻ്റെ താളവും അതിൻ്റെ ഫ്രേസുകളും മാറുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഓഫ് നൊട്ടേഷൻസ് ഇസ് വെരി സിമിലർ. കൈതപ്രത്തെ കുറിച്ച് പറയുമ്പോൾ സാറിൻ്റെ തന്നെ ഉള്ളടക്കത്തിൽ ഉള്ള പാട്ടിനെ കുറിച്ച് ഒരുപാട് പേര് നിരൂപകരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട്. കാരണം കൂരിരുൾ ചിമിഴിൽ ഞാനും മൗനവും മാത്രം എന്ന് പറയുന്ന ഒറ്റ വരി കൊണ്ട് ആ പടത്തെ തന്നെ ആ പാട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് സംസാരിക്കാറുണ്ട്. അതേപോലെ ശ്യാം സാറ് തന്നെ ഇടയ്ക്ക് കൈതപ്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അഗ്നിസാക്ഷി എന്ന് പറയുന്ന പടത്തില് വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം, അതിനകത്ത് ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം, ജന്മം ഇനി എത്ര ദൂരം പോകണം, ആ സിനിമയുടെ കോൺസെപ്റ്റ് അതായിരുന്നു എന്നാണ് ശ്യാം സാറ് പറയുന്നത്. അത്രയും ഒരു കോൺസെപ്റ്റിനെ സിനിമയിലേക്ക് ആക്കാൻ കഴിഞ്ഞു എന്ന് പറയില്ലേ. അതേപോലെ മൗനം സ്വരമായി പൊൻവീണ ആയുഷ്കാലത്തിലെ പാട്ട്, ആവർത്തിച്ചിപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. ഈ കാശിത്തുമ്പ കേൾക്കുന്ന അത്രയും പ്രാവശ്യവും ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാണ്. വളരെ റീസെന്റ് ആയിട്ടാണ് അതിന് പെട്ടെന്നൊരു പുനർജന്മം കിട്ടിയ പോലെ വന്നത്. കവർ സോങ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിത്തുമ്പ അന്ന് അത് ആ ഒരു പടത്തിലൊരു കോമഡി പടത്തിലൊരു പാട്ട് അത്രയേ ഉള്ളൂ. പടം നല്ല പടമൊക്കെ ഇഷ്ടപ്പെടാറ്, പക്ഷെ അന്നൊന്നും ആരും അധികം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പം അത് വളരെ റീസെന്റ് ആയിട്ട് ഭയങ്കര ഹിറ്റായി. മൗനം സ്വരമായി അത് പടം ഭയങ്കര രസമുള്ളൊരു പടമാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു അന്ന് എഹെഡ് ഓഫ് ടൈം റിലീസ് ചെയ്ത പടമാണ്. കാരണം അന്ന് ആ ഒരു കോൺസെപ്റ്റ് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഹാർട്ട് ഇനിയൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ വളരെ പുഷ്പം പോലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് അതൊരിക്കലും സാധിക്കുമായിരുന്നില്ല. അത് സാധിച്ചു അവിടെ ഇവിടെയൊക്കെ അമേരിക്കയിലൊക്കെ 1-2 പേര് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് വിട്ട്. പക്ഷെ പിന്നീട് ടി വിയിൽ വന്നപ്പോഴാണ്, അതുകൊണ്ട് തന്നെയാണ് ആ പാഠം ഇറങ്ങിയപ്പോൾ ആ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ ഇത് അന്ന് എനിക്കും സംവിധായകനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ അത് അന്ന് എന്തോ കാരണം കൊണ്ട് എനിക്കറിഞ്ഞൂടെ, അന്ന് അത് അങ്ങോട്ട് വിചാരിച്ച പോലെ അധികം അങ്ങോട്ടൊന്നും ശ്രദ്ധിച്ചു. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊരു ഭയങ്കര എവിടെ പോയാലും മൗനം സ്വരമായി എന്നുള്ള പാട്ട്
അത് ഓഫ് കോഴ്സ് നമ്മൾ ഇങ്ങനത്തെ മീഡിയ അല്ലേ താരും തളിര് നമ്മളൊരു കാലഘട്ടം മുഴുവൻ ആഘോഷിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ ചില പാട്ടുകൾ ഇങ്ങനെ ഹിറ്റാവുമല്ലോ. ഇപ്പം ആഘോഷിക്കുന്ന പാട്ടുകളിലൊന്നാണ് ഇപ്പോൾ അറിയാതെ എന്ന് പാടി തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് ആ പാട്ട് ഏതാണെന്ന് മനസ്സിലാവും അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര രസമുള്ള പാട്ടാണ്. അതേപോലെ തന്നെ ആ ഗണത്തിൽ വരുന്നൊരു പാട്ടാണ് ഒരു പൂവിനെ നിശാശലഭം, ഗിരീഷേട്ടൻ്റെ വരികൾ, മീനത്തിൽ താലി. അയ്യോ, അത് ഇസ് എ ബ്യൂട്ടിഫുൾ. എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കമ്പോസിഷനാണ്. ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമായി നറുകുന്നിലെ നിലാക്കുളിരും നാദി നാമമായി തരരാരിരാരി തരരാ തരരീരാ താരിരാ ഒരു പൂവിനെ ഒരു പൂവിനെ നിശാശലഭം നിശാശലഭം. അങ്ങനെ ക്രൊമാറ്റിക് ആയിട്ടുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് ദാസേട്ടനും സുചു അപാരമായിട്ട് പാടിയിട്ടുണ്ട്. പാടിയതിന് എത്ര ഷേക്കാൻഡോ അവാർഡോ കൊടുത്താലും മതിയാവില്ല, അത്രയും രസം. എന്തൊരു ഫീലാണ്. എനിക്കതെപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അത് സുജു ആണ് ആദ്യം പാടിയത് ആ പാട്ട്. സുജു ഫുള്ളായിട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് പടത്തിലേക്ക് ഡുവറ്റായിട്ട് വേണം. അപ്പോൾ അത് സുജു ഫുള്ളായിട്ട് പാടിയതിന് ശേഷം ദാസേട്ടൻ ശരിക്കും സുജു പാടിയത് അത്രയും ഇഷ്ടമായി. എന്നിട്ട് ദാസേട്ടൻ പറഞ്ഞു, അന്നാ ഇത് ഞാനൊന്ന് ശരിക്കൊന്ന് പെരുമാറും എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ പാടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനുണ്ട്. ആ തൊണ്ടയിൽ ആ ശബ്ദത്തിൽ നിന്ന് ആ പാട്ട് എക്സ്പ്രഷൻ മനസ്സിൽ വളരെയധികം ഇഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ്. ശരിക്കും ഹെഡ്സെറ്റ് വെച്ച് രാത്രി കേട്ട് കഴിഞ്ഞാൽ ലൂപ്പടിച്ച് നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കും. വേറൊരു പാട്ടിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നാത്ത രീതിയിലുള്ളൊരു ഫീലാണ്. ആവർത്തിച്ച് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. ഈ അതേ ജോണറിൽ വരുന്ന വേറൊരു പാട്ടായിട്ട് ഞാൻ സങ്കല്പിക്കുന്ന പാട്ടാണ് ഇരുമയും ഒരു മനസ്സും. അത് ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ എന്നേ മറന്നുപോയ പാട്ടാ, എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നീട് പലരും അത് പറഞ്ഞു ഒരു മെയ് ഇരുമയും എന്നൊക്കെ പറയുന്നത്. അത് ഭയങ്കര രസമാണ്. ഇരുമയും ഒരു മനസ്സും ഈറനാവും. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. ഇതൊക്കെ ഞാൻ ട്രാക്ക് നല്ല ഭംഗിയിൽ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇപ്പം പിന്നീട് ആ പാട്ടുകളൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. നമ്മളത് അങ്ങനെ അന്ന് ഹിറ്റായിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളത് നമ്മുടെ ഇതിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് വരികളൊക്കെ പോയി സത്യത്തിൽ. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ പിന്നീട് ഓരോരുത്തർ പറയുമ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്നെ ഒരുപാട് പേര് ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ഗംഭീര പാട്ടാണ്. ഒരു പലർക്കും വളരെ പേഴ്സണലായിട്ട് ആ പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ കോൺസെപ്റ്റ് അതിൽ രസമായിട്ട് നമ്മുടെ ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ട് രമേശൻ സാറ്. ഈ കൈതപ്രത്തിൻ്റെ പാതിരാമഴ പറയുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിടാൻ പാടില്ലാത്ത പാട്ടാണ് അന്തിവയിൽ പൊന്നുതിരും. പിന്നെ അത് ഒരുപാട് തരത്തിലുള്ള, അതായത് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും രണ്ടാമത് ഹിറ്റാവാൻ സാധ്യത ഉണ്ടായിരുന്ന ഹിറ്റായ ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന പാട്ടാണ് അന്തിവയിൽ. അതിൽ ഇടയ്ക്കൊക്കെ കാറ്റിൻ ചെപ്പു കിലുങ്ങി അത് കുറേ നല്ല രസം, നല്ല മെലഡി പോകുന്നുണ്ട് അതിൻ്റെ. തരരാങ്കുരം ഇതു നമ്മൾ ചേരും സ്വേതന്തരാഗം അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ. ഈ കുറച്ച് ഫീല് കൂടുതൽ വന്നിട്ട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകൾ ശരിക്കും ഒരേ കടലിലെ ശുഭവന്തപുരാളിയിൽ ചെയ്തിട്ടുള്ള പാട്ടുകൾ എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ യമുന വെറുതെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രണയസന്ധ്യ അത് ശരിക്കും ബോംബെ ജയശ്രീ മാഡത്തിന്റെ വോയിസിൽ വന്നിട്ടുള്ള ഹസ്കിനെസ്, അത് ആവർത്തിച്ച് നമ്മൾ ആ ഹസ്കിനെസ് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് ആ ലോ വോയിസ് ആണ്, ലോ രജിസ്ട്രേഷനാണ്. അപ്പൊ ഭയങ്കര പവറാണ് ലോല് പാടുമ്പോൾ, ഒരു ഡിഫറൻസ് നമുക്കത് കേൾക്കുന്നത്. മാമിന് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത് അതിനകത്ത്? അതിനകത്ത് കൊണ്ടുവന്നത് വേറൊന്നുമില്ല, ആ ഒരു
ഡിഫറെൻറ്റ് വോയിസിൽ ശ്യാമിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ശ്യാം എപ്പോഴും തൻ്റെ സിംഗേഴ്സിനെ സ്പെഷ്യലായിട്ട്, അതുകൊണ്ടാണ് അതിൽ ഒരു കടലായി ഞാൻ പറഞ്ഞിട്ട് നവീനെ കൊണ്ട് പാടിച്ചു. ആ എക്സ്പെരിമെന്റ് ഒന്നും ആരും ചെയ്യില്ല. നമ്മൾ വിട്ട ഏറ്റവും വലിയ ഗായകനെ കൊണ്ട് അത് പാടിക്കാന്നല്ലേ ചിന്തിക്കുക. ഫ്ലൂട്ടിസ്റ്റ് ആയിരുന്നു, ഫ്ലൂട്ടിസ്റ്റാണ്. ഫ്ലൂട്ട് വായിക്കുന്ന കാറ്റിനെ പോലെ തന്നെ അവന്റെ ശബ്ദം ഭയങ്കര ഹസ്കിയാണ്. ആ ഹസ്കിനെസ്സിൽ അതിമനോഹരമായിട്ട് പാടി. അപ്പൊ അത് ദൂരെ ദൂരെ എന്നൊക്കെ പാടുമ്പോ നമുക്ക് ഒരിക്കലും അനുകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാവമായിരുന്നു. അതെങ്ങനെയാണ് ക്രാഫ്റ്റ്, അതെങ്ങനെയാ ചെയ്തെടുത്തത്? ആ പാട്ട് എന്ന് പറയുന്നത്, അതിലത്തെ എല്ലാ പാട്ടുകളും ചെയ്തത് ഒരു ഹിന്ദി 2-3 വാക്കുകൾ, മധുര് നഗര് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള, വെറുതെ യൂട്യൂബിൽ നമ്മൾ തട്ടി ഏതെങ്കിലും ഒരു 3-4 ഹിന്ദി വാക്ക്, എനിക്ക് ഹിന്ദി ഒന്നും അത്ര അറിയില്ല. ഹിന്ദി അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കാരണം അതിന് തെറ്റായി പാടാൻ പറ്റില്ലല്ലോ. നമ്മുടെ മലയാളത്തിലുള്ള ട്യൂണായിട്ട് അതിൻ്റെ ഗ്രാമറൊക്കെ തെറ്റും. അപ്പോൾ അറിയാത്തതുകൊണ്ട് ഹിന്ദി പദങ്ങൾ വെച്ചിട്ടാണ് ഞാൻ. ഒരിക്കലും ഇതിനൊരു മലയാളത്തിൻ്റെ ഒരു ചായ്വ്, ഈ രാഗത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഇതിൽ വളരെ എന്താ ഹാർഡായിട്ടുള്ള സ്വരങ്ങളാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ. അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചാലും ഒരു ഗമക എന്ത് ചെയ്താലും ചായ വരും വേറെ പാട്ടിൻ്റെ. അപ്പോൾ അതില്ലാതിരിക്കണം. അതും ഒരു പടത്തിൽ 5 പാട്ടും ചെയ്യണം വ്യത്യസ്തമായിട്ടുള്ള മൂഡിൽ എന്ന് പറഞ്ഞപ്പോൾ, അപ്പം ഞാൻ അപ്പം തോന്നിയ ഒരു ബുദ്ധിയാണ്. ആ ഹിന്ദി വരികൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ലാലാല എന്ന് പാടിയിട്ട് ട്യൂൺ ചെയ്യുന്നതിന് പകരം ഹിന്ദി വരികൾ വെച്ചിട്ടാണ് ഓരോ പാട്ടുകളുടെയും ട്യൂൺ ഉണ്ടാക്കിയത്. അതൊക്കെ പാടുന്നത് ആ ഒരു 3 മിനിറ്റ് കൊണ്ട് പാട്ട് പാടി. ഒരു പാട്ടിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലല്ലോ, ഒരു 3 മിനിറ്റ് പാടും തുടങ്ങുന്നിട്ട് അവസാനം വരെ. എന്നിട്ട് ശ്യാം വന്നിരുന്ന്, ശ്യാമിന് എല്ലാം ഇഷ്ടമായി. 1-2 ശ്യാമുള്ള സമയത്തും പാടി കമ്പോസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളത് ശ്യാം പറഞ്ഞു, ശ്യാമാണ് തീരുമാനിച്ചത് ഇത് ഇവിടുന്നോട്ട് ഇതുവരെ പല്ലവി, കാരണം ഒറ്റയടിക്ക് പാടിപ്പോയിരിക്കുകയാണ് ആ രാഗം. ഇത്രയും പല്ലവി ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല്ലവി എന്ന് പറഞ്ഞതിന് ശേഷം അതിന് ചെറിയ പൊടിപ്പും തൊങ്ങലുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അനുപല്ലവി ആക്കിക്കോളൂ, ഇത് ചരണമാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് അതിമനോഹരമായിട്ട് അദ്ദേഹം തൻ്റെ പടത്തിൽ അതിൻ്റെ ആ രാഗത്തിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കമ്പോസിങ് സമയത്ത് തുടങ്ങി ശുഭവന്തോരാളി എന്ന് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഒരു രാഗത്തിൽ വേണമെന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ BGMs ഇൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് രാഗ. ചില അന്യസ്വരങ്ങൾ വരും ചില എഫക്റ്റിന് വേണ്ടിയിട്ട്, അതർവൈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ രാഗ. ഈ ബോംബെ ജയശ്രീ മാം ഒന്ന് പാടുന്ന സമയത്ത് അതിന് മുമ്പ് സാറിൻ്റെ മനസ്സിൽ ആ ഒരു പാട്ടിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം ഉണ്ടാവും. പുള്ളിക്കാരി പാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെയാണ് ഔട്ട് എടുക്കുന്നത്, പക്ഷെ പാടിക്കഴിഞ്ഞ് കേൾക്കുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ ഒരു ജേണി ഉണ്ടാവുമല്ലോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് എൻ്റെ പാട്ടിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അവർ പാടിയപ്പോൾ. വേറൊരാൾ പാടിയാൽ നന്നാകും, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈണമാണ്, വരികളാണ്. പക്ഷേ എങ്കിലും അതിന് എന്താ പറയുക, നമ്മൾ വിചാരിച്ചതിൻ്റെ നമ്മളൊരു ലിമിറ്റ് നമ്മൾ വിചാരിക്കുമല്ലോ, ആ ലിമിറ്റ് അല്ല അതിൻ്റെ അത് അതിൻ്റെ മേലേക്കാണ് അതിൻ്റെ ലിമിറ്റ് അവർ പാടിയപ്പോൾ കൊണ്ട്. പിന്നെ അവിടെ ലോ റേഞ്ച്, പിന്നെ അതിൻ്റെ അനുപല്ലവി സെക്കൻഡ് ചരണമാണെന്ന് തോന്നുന്നു. അവർക്ക് ഹൈയിൽ പാടാൻ പറ്റാത്തതുകൊണ്ട് അത് ലോവിൽ പാട്ടേയും ചോദിച്ചു. അവൻ ലോവിൽ പാടിയിട്ട് പിന്നെ അത് ഹൈയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു ഇതുണ്ട്, ഒരു ബ്ലെൻഡിങ്. ദാറ്റ് വാസ് ബ്രില്യൻറ്റ്. നല്ല ഒരു വർക്കായിരുന്നു. അതിൽ ശ്വേതയും പാടിയിട്ടുണ്ട്, യമന വെറുതെ. യമന വെറുതെ, ശ്വേത ആൾസോ ഷി വാസ്. അതൊക്കെ ശ്യാമിന് ഭയങ്കര ഇതായിരുന്നു. ശ്വേത അത് പാടിയാൽ ശരിയാവൂ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ പാടിച്ചു നോക്കാം. അവരോട് ഞാൻ പറഞ്ഞു ശ്വേത പാടി നോക്ക്. ശ്വേതയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി. ശ്വേത അപ്പം അന്ന് ബഡ്ഡിങ് അപ്പാണ് വരുന്നത്. അങ്ങനെ ശ്വേത വന്ന് പാടി പല്ലവി കുറച്ചായ വഴിക്ക് ഇദ്ദേഹം അവിടെ ഇരിക്കില്ല. ആര് നമ്മുടെ ശ്യാം അധികം നേരം ഇരിക്കില്ല. പുള്ളിക്ക് വേറെ തോട്ട്സും കാര്യങ്ങളും പുള്ളി ഇങ്ങനെ ചിന്തിച്ച് പുറത്തു പോയി വന്നിട്ട് കുറച്ചങ്ങോട്ട് കേട്ടോ, ഓക്കെ പാട്ടുകാരി ഓക്കെയാണ്, ഉഗ്രനാണ് പാട്ട് പുള്ളി പോയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പെരുമാറി. ശ്വേതയും അതിഗംഭീരമായിട്ട് പാടിയ പാട്ട്. പലരുടെയും ലിറിക്സിനെ കൈകാര്യം ചെയ്തിട്ടുള്ളപ്പോഴും ഭരതൻ സാറിന്റെ ലിറിക്സിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് കൈകാര്യം ചെയ്തില്ല, ആ ലിറിക്സ് എന്നെയാണ് കൈകാര്യം ചെയ്തത്. ഞാൻ അതിനെ കൈകാര്യം ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഈ ലിറിക്സ് ട്യൂൺ ചെയ്യുന്ന പരിപാടി എവിടെ എനിക്കറിയാം. തുടങ്ങിയത് പുടമുറി കല്യാണത്തിലാണ്. ഭരതൻ പറഞ്ഞു, ഭരതൻ ഇങ്ങനെ തലയിൽ മുടി ഇങ്ങനെ കോന്തിയിട്ട് ആ ഉമ്മർത്ത് ഭരതനോട് അങ്ങനെ നടന്നു. അപ്പം ഞാൻ ഹാർമോണിയം കയറി പിടിച്ചിട്ടുണ്ട്. നീയേ ആ ആരബി ഒന്ന് മൂളിയാണ്. അപ്പം ഞാൻ ഇത് പാടി.
ആരോഹണം ആ അതിൽ പുടമുറി കല്യാണം എന്ന് വെച്ചാൽ ഓ എന്നെ പഠിപ്പിക്കുന്നതാ. അപ്പൊ ഞാൻ പുടമുറിക്കൽ എന്ന് പറയും. അത് അവസാനിപ്പിക്കേ. ഉം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തില്ല, അപ്പൊ ദേഷ്യമൊക്കെ വരും. ഞാൻ പുടമുറിക്കൽ ഇത്രയല്ലേ ഉള്ളൂ ആരോഹണം. തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കണ്ടേ അത്. അപ്പൊ ഞാൻ ഇങ്ങനെ പാടിക്കോട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു പുടമുറി കല്യാണം, അങ്ങനെയാണ് പാട്ടുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരോ വരികളായിട്ട് താരത്തോടെ എല്ലാം. താരം തളിരും ഈ കാൽത്തള കിളിങ്ങിയോ കൺമഷി കലങ്ങിയോ എന്ന് പറയുമ്പോൾ കാവാകെ തീണ്ടുമ്പോൾ അത് വന്നപ്പോ ഉണ്ടല്ലോ ഇതിന്റെ സൗന്ദര്യം ശരിക്കും അതില്ലായിരുന്നെങ്കിൽ നമുക്കിനി സങ്കല്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തി. ശരിക്കും അത് നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ട് സമയത്ത് നമ്മൾ പിന്നെ അത് പാടുന്ന നേരത്തൊന്നുമല്ല, അത് നമ്മൾ ഞാനും ഭരതേട്ടനായിട്ട് ഇരുന്ന് കമ്പോസ് ചെയ്യുന്നത് ആ ഒരു ബിറ്റ് അവിടെ വരണമെന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ പാടുമ്പോൾ പിന്നെ ഭരതേട്ടൻ അത് എപ്പോൾ നോക്കിയാലും പാടിക്കൊണ്ടിരിക്കും. ഭരതേട്ടൻ ആ പാട്ടിനേക്കാളും ഇഷ്ടം തന്നെ പാടാനാണ്. ഞാൻ വെറുതെ വീട്ടിലിരുന്ന് കമ്പോസ് ചെയ്ത് പാട്ട് പഠിപ്പിക്കുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും നേരം പാടുന്ന സന്ധ്യയ്ക്ക് ഞാനൊരു പട്ടുഞ്ഞോറിയിട്ട കോമരമാകും തുള്ളിയുറഞ്ഞു ഞാൻ തനന 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 കാവാകെ തീണ്ടുമ്പോൾ ദൂരെ പോകും താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറം മാറി കേകയായി നിൻ സ്വനം താവകനിൻ താരാട്ടുമായി ദൂരെ ഏതോ. അതൊക്കെ ഭരതേട്ടൻ ആ ട്യൂണ് അതിൽ നമ്മൾ കുറച്ച് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഗമ പസ നല്ല പാണ്, ഗമ പനി പമഗ, അതാ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. പാടാം ഭയങ്കര ഒരു ഫീല് വ്യത്യാസമുണ്ട് ആ നോട്ട് വരുമ്പോ. ഇങ്ങനെ പാടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതിന് കറക്റ്റ് വാക്കാണ് അവിടെ വെച്ചിരിക്കുന്നത്. താവകനിൻ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലായി. അല്ലെങ്കിൽ താവകനിൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് വേറൊരു കാര്യം അതിനോട് കൂടി പറയാനുണ്ട്, അപ്പോഴാണ് അത് താഴ്ത്തിക്കിട്ടത് ഒരു അരനോട്ട്. താവകനിൻ താരാട്ടുമായി ദൂരെ ഏതോ, വീണ്ടും ആ സ്വരം പോലെ ഗമപദ. പെട്ടെന്ന് ആ മൈനർ സ്കെയിലിൽ നിന്ന് അത് അങ്ങനെ വരുമ്പോഴുള്ളൊരു സുഖമാണ്. അത് അതിന് കറക്റ്റായിട്ട് ലിറിക്സ് ഇത് ആദ്യം ട്യൂൺ ഇട്ടതാ. ട്യൂൺ ഞാൻ വെറുതെ വീട്ടിലിരുന്നിട്ട് അപ്പം അന്ന് ട്യൂൺ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് ജനലിനെ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. താര താര തരരാര താര താരീര തരരേര. ഞാനിത് വെറുതെ ഒരു ലൈറ്റ് ഒരു വയലിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പം ഇത് ഭരതേട്ടനെ കേൾപ്പിച്ച് ഒഴിക്കും. ഭരതേട്ടൻ അപ്പം തന്നെ ഇങ്ങനെ ആലോചിച്ചു, നീ ഒന്ന് പാടിയ താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. ഇത്രേ ആദ്യം ചെയ്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഒരു ഈവനിങ്ങിൽ ഇരുന്നിട്ടാണ് കേകയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോവർ പോർഷൻ. ഭരതൻ സാറുമായിട്ട് ആദ്യം കാതോട് കാതോരത്തിലല്ലേ? കാതോട് കാതോരം. ആക്ച്വലി ഭരതേട്ടനായിട്ട് കാതോട് കാതോരല്ല, ആരവം സിനിമയിലാണ് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിന് മുമ്പ് ആ പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോയല്ലോ, ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ ഒരു മാസത്തോളം ഞങ്ങൾ ഒരുമിച്ച് ലൊക്കേഷനിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് 20-21 വയസ്സ്. അപ്പോൾ അന്ന് ഒരു ഭരതേട്ടൻ കല്യാണം കഴിച്ച് ഭരതേട്ടൻ്റെ ഹണിമൂൺ ടൈമാണ്. കഴിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ശ്രീകുട്ടി ഷീസ് ജസ്റ്റ് ക്യാരിങ് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പ്രഗ്നൻസി. അപ്പോൾ അന്ന് പരിചയപ്പെട്ടു. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ടൊരു നിമിത്തം വന്നു.
പിന്നെ ആ ബന്ധം അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ 2-3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് 83-ൽ ഈണം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ വീണ്ടും ഭരതേട്ടന് ഓർമ്മയുണ്ട്. ഇവൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു കാണും എന്നുള്ളൊരു പുള്ളിക്കൊരു കോൺഫിഡൻസ്. അങ്ങനെ അതിലൊരു പാട്ട് അവരൊക്കെ കൂടിയിട്ട് ഒരു പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ഒന്നൊരു പാട്ടിൻ്റെ കറക്റ്റ് ഫോർമാറ്റിലാകണം. അപ്പോൾ അതിനെന്നെ വിളിച്ചു. ഞാനത് ബേസിക് അവരുടെ ട്യൂണാണ്, പക്ഷേ എങ്കിലും ഞാനതിന് ഒരു പ്രോപ്പർ പാട്ടിൻ്റെ രൂപത്തിൽ അതിന് ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ചെറിയ പൊടിപ്പുതൊങ്കിലുകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അതിനൊക്കെ ചെത്തിമിനുക്കി പാട്ടാക്കി. 2 പാട്ട് നല്ല നല്ല മലയാളീപനം നവാരി ചാലിച്ചു നവമോഹങ്ങൾക്കെല്ലാം പുതുതായൊരീണം പോലെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ അത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നു. ഇപ്പോൾ ഭരതൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. 2 കൊല്ലം കഴിഞ്ഞു. കാതോട് കാതോരം വരുന്നു. കാതോട് കാതോരത്തിൽ ഫുള്ളായിട്ട് അങ്ങനെ അറിയാലോ, ഒരുപാട് പറഞ്ഞാണ് കാതോട് കാതോരം. ഈ കാതോട് കാതോരം നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് അത് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ വീണ്ടും ഉപയോഗിക്കും. നാത്താൻ കേസോടില് ദേവദൂതർ പാടി അത് ഗംഭീരമായിട്ട് അത് ആ പടത്തിന് തന്നെ ഒരുപാട് സപ്പോർട്ട്. ഐ മീൻ പടത്തിന്റെ കഥയ്ക്കല്ല, ഐ മീൻ ദാറ്റ് അതിന്റെ ആ ഒരു പോപ്പുലാരിറ്റി, പ്രൊമോഷൻ, ജനങ്ങൾ ആ പാട്ട് വീണ്ടും ആസ്വദിച്ചതും അതിൽ ചാക്കോച്ചൻ്റെ ഇടപാടും ആ പരിപാടികളെല്ലാം കൂടിയായപ്പോൾ അതങ്ങോട്ട് കയറി വൻ ഹിറ്റായി. അത് പടത്തിന് നല്ല പടമാണ് ഓഫ് കോഴ്സ്, പക്ഷെ എന്നാലും പടത്തിനൊരു പ്രൊമോഷൻ ചെയ്യുന്നത് അത് ഓടാനല്ലേ. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ ഇത് ഗംഭീരമായിട്ട് ചെയ്യും. അതിൽ വയലിൻ യൂസ് ചെയ്ത് തുടങ്ങിയതാ. പിന്നീട് പല സിനിമകൾ, ഇപ്പോൾ കസ്തൂരിമാനിൽ വയലിൻ്റെ ഒരു പ്രകടനം തന്നെയുണ്ട്. അതിപ്പോഴും നമ്മൾ സ്റ്റേജിൽ വീണ്ടും സാറിനോട് ഷോ ചെയ്യാൻ പറയുന്ന ഒരു സാധനമാണ്. ഞാൻ വായിക്കാം. അതെ, അത് ആവർത്തിച്ച് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അതേപോലെ ആകാശദൂതിനകത്ത് വയലിൻ സംബന്ധമായ ഒരു കഥയാണ്. ആ കഥയ്ക്കകത്ത് രാപ്പാടി എന്ന് പറയുന്ന പാട്ട്, അത് ഇനി അത് എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പാട്ടാണ്. അത് തുടങ്ങുന്നത് നമുക്കൊന്നും ഒരിക്കലും അത് അനുകരിക്കാൻ പറ്റില്ല. അതായത് ഹൈയിലാ തുടങ്ങുന്നത്. വേറൊന്നുമല്ല, അതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സങ്കടം വരുമ്പോൾ നമുക്കൊരു എന്ന് പറയുന്ന ഒരു, അതായത് മൈനർ സ്കെയിലാണ്. അതിലത്തെ ഏറ്റവും സങ്കടം തോന്നിക്കുന്ന നോട്ടാണ് ചെറിയ ഗാന്ധാരം. വെറുതെ ഒരു കോഡ് ഇട്ടിട്ട് അതിൽ വായിച്ചാൽ തന്നെ ഒരു അറ്റ്മോസ്ഫിയറിൽ ആകെ ഒരു ശോകമുഖമായ അന്തരീക്ഷം വരും. അതിലാണ് ആ പാട്ട് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ പല പാട്ടുകളുണ്ട്, പക്ഷെ ഇത് അതിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ കണ്ട പാടി കേഴുന്നുവോ. ഇത് ട്യൂണല്ല, ആ വരി കേട്ടോ. രാപ്പൂവും വിട ചൊല്ലുന്നുവോ. അത് ആ പടത്തിന് സാറ് എഴുതി വെച്ച വരിയാണ്. അത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല, എഴുതാനില്ല. അത് ആ പടത്തിനെയും സപ്പോർട്ട് ചെയ്തു, ആ പടം പാട്ടിനെയും സപ്പോർട്ട് ചെയ്തു, പരസ്പരം സപ്പോർട്ട് ചെയ്തു. ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസസിൽ നമ്മൾ ഇപ്പോൾ ദാസാർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കയറി വന്നതാണ് ജയചന്ദ്രൻ സാറിൻ്റെ വോയിസ്. നമ്മൾ 2 തരത്തിൽ അതിനെ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു കിടക്കുന്നുണ്ട്. അത് ഒരിക്കലും മായാത്ത 2 ശബ്ദങ്ങളാണ്. അഴകെ എന്ന് പറയുന്ന പാട്ടിൽ സാർ ഉപയോഗിക്കുമ്പോൾ കസ്തൂരിമാനിൽ ആ ഒരു വോയിസ് അതല്ലായിരുന്നുവെങ്കിൽ ആ പാട്ട് ഇപ്പോൾ നമ്മൾ അത്രയും എനിക്ക് ആസ്വദിക്കാൻ പറ്റും തോന്നുന്നില്ല. അതിലെ ഒരു പോർഷനുള്ള ഈ ജയേട്ടൻ്റെ പ്രത്യേകത ഇപ്പം ഇതിൽ എൻ്റെ അനുപല്ലവിയാണ്. മുകിലാണ് ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണമേഘം വേഴാമ്പൽ ഞാൻ ദാഹിച്ചുലയുമ്പോൾ മഴയായി നീ നിറഞ്ഞു പെയ്തു എന്ന് കവിയുടെ സങ്കല്പം. മുകിലാണു ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണമേഘം വേഴാമ്പൽ ഞാൻ ഇങ്ങനെ പാടും. പക്ഷെ ജേട്ടൻ ഇങ്ങനെയല്ല പാടുക. മുകിലാണ് ഞാൻ മോഹനൊമ്പരം ഉറങ്ങുന്ന കാർവർണ്ണമേഘം. ഞാൻ പാടുമ്പോൾ ഈ സങ്കടം വരുമ്പോൾ അതിനൊരു ഭംഗിയോറുണ്ട്. പക്ഷെ ചേട്ടൻ ആ സങ്കടം ഫീല് വരുമ്പോൾ എന്തൊരു, അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ച് നമുക്ക് കാണിച്ചു.
അതേമാതിരിയാണ് ആ പാട്ട്. ഇതേപോലെ എല്ലാ പാട്ടുകളും, എന്തോരം പാട്ടുകൾ. ഓ, ശിവന്റെ എൻ്റെ ഒരു പാട്ടുണ്ട്. മൂന്നാമതൊരാൾ. സന്ധ്യേ സന്ധ്യേ സായം സന്ധ്യേ. അതാ സായം എന്നൊക്കെ പറയുമ്പോൾ സായം സന്ധ്യേ ദുഃഖത്തിൻ നനവുള്ള ആ ദുഃഖത്തിൻ്റെ നനവെന്ന് ശിവു ഗംഭീരമായിട്ട് എഴുതിയിരിക്കുകയാണ്. ദുഃഖത്തിൻ്റെ നനവാണ്, നിറമല്ല, നനവ്. ദുഃഖത്തിൻ നനവുള്ള സന്ധ്യേ നീ എനിക്കെത്ര പ്രിയങ്കരിയാണ്, നഷ്ടപ്പെടാതിരിക്കാനായി കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചോട്ടെ നിന്നെ. പറയുന്ന കാര്യമാണ്, കൈകൊണ്ട് തന്നെ ചുറ്റിപ്പിടിച്ചോട്ടെ എന്നേ പറയുന്നത്. പക്ഷെ അത് ഞാനിപ്പോൾ ഈ പാടി പോലല്ല, ഈ പാട്ട് ചേട്ടൻ പാടുന്ന കേട്ട് നോക്കണം. എന്തൊരു ഫീലാണെന്ന് പറയുന്നത്. ഇതെനിക്കൊരിക്കൽ ഓർമ്മയുണ്ട്. അന്ന് ഈ ഒരു വലിയ പുലി സംവിധായകനുണ്ട്, ഭദ്രൻ, പടിയൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം, ഞങ്ങൾ മദ്രാസിൽ ഒരുമിച്ച് ഞങ്ങൾ ഇഷ്ടംപോലെ ഞങ്ങൾ സമയം ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും, ചിലപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് പറഞ്ഞത്. ഞാനിത് കാറിൽ പാട്ടിട്ടു, സൈലൻ്റായിട്ട് ഇരുന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് വിങ്ങി പൊട്ടി അങ്ങോട്ട് കരയാണ്. അതിലൊരുപാട് അർത്ഥമുണ്ട്. ഒന്ന്, ചേട്ടന് ഒരുപാട് പാട്ടൊന്നും അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടൊന്നുമില്ല. ഒരുപാട് അവസരങ്ങളും കമ്പാരിറ്റീവ്ലി ചേട്ടന് കിട്ടിയിട്ടില്ല. പക്ഷെ ആ മനുഷ്യന് എന്താണ് പാടി വെച്ചിരിക്കുന്നത് ആ പാട്ട്. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരുപാട് അവസരം കിട്ടാത്ത ഒരാൾ, നിറയെ അവസരം കിട്ടിയിട്ടുണ്ട് പണ്ട്, അത് വേറെ കാര്യം. പക്ഷെ പിന്നെയുള്ള ഒരു കാലഘട്ടത്തിൽ ചേട്ടൻ അധികം പാട്ടുകളില്ല. ആ സമയത്ത് ആരോ ഒരുത്തൻ സംവിധാനം ചെയ്യുന്ന VK പ്രകാശ് ചേട്ടൻ്റെ വലിയ ഫാൻ. അതും കൂടി ഒരു കാരണമാണ് ചേട്ടനെ. അല്ലെങ്കിൽ നോർമലി നമ്മൾ ചിലപ്പോൾ ചേട്ടനെ വിളിച്ചെന്നിരിക്കില്ല, നമ്മൾക്ക് അങ്ങനെയുള്ളൊരു ഹോൾഡൊന്നും ഇല്ലല്ലോ. ഡയറക്ടർ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേട്ടനെ വിളിക്കുന്നു, ചേട്ടൻ വന്ന് അങ്ങോട്ട് പാടിത്തകർന്നു. ഇതെല്ലാം കൂടി ആകുമ്പോഴേ ഇത് കേൾക്കുന്ന ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് ഒരു കുറ്റബോധമൊക്കെ തോന്നി കാണണം അദ്ദേഹത്തിന്. അല്ല, തീർച്ചയായിട്ടും കുറ്റബോധം അല്ല ഞാൻ പറയുന്നത്. എന്ത് മനോഹരമായിട്ട് പാടിയിരിക്കുന്നത് ആ പാട്ട്. ഞാൻ ഇത്രയും വാചാലമായത് ഞാനത് അനുഭവിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഫീല്. പിന്നീട് എനിക്കും കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ആ പാട്ട്. അല്ല, അങ്ങനെ അങ്ങനത്തെ എല്ലാ പാട്ടുകളും കേട്ടോ, ഒരുപാട് പാട്ടുണ്ട് അങ്ങനെ പാടിയിട്ടുണ്ട്.